വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഇത് ബൈപ്പാസിലൂടെ ഉൾപ്പെടെ ആന ഇങ്ങനെ കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പേരാമ്പ്ര 4 പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് നേരത്തെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റും പറയുകയും ചെയ്തു. തിരുവോണ ദിവസം കൂടിയാണ്. എന്ത് നടപടി സ്വീകരിക്കുന്നുണ്ട് അവിടെ? ഇതൊരു അപൂർവമായ ഒരു സംഭവമാണ്. ഇങ്ങനെ ഇത്രയും ജനവാസമുള്ള മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് അസാധാരണമായ സംഭവമാണ്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെല്ലുകയും നോർവേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അവിടെ ബന്ധപ്പെടുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനുള്ള മുൻകരുതൽ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രദേശത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ജാഗ്രതയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഓണാവധിയായിട്ട് പോലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും നാട്ടുകാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി കാട്ടാനകളെ രാത്രിയോടുകൂടി അവിടെ എത്താനും രാത്രി കാലങ്ങളിൽ വീണ്ടും ഇത് താഴെ ഇറങ്ങാതിരിക്കാൻ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള നിരീക്ഷണ സൗകര്യങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഇനിയും രാത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ചക്കിട്ടപ്പാറ ഭാഗത്തേക്കൊക്കെ ആന നീങ്ങി എന്ന് പറയുന്നു. അപ്പോൾ വനമേഖലയോട് അടുത്ത പ്രദേശത്തേക്കായി എന്ന് ആണ് നേരത്തെ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. അത് ഈ പ്രശ്നം പേരാമ്പ്ര MLA TP രാമകൃഷ്ണൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടുത്തെ CCF-മായി പിന്നെ MLA ബന്ധപ്പെടുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അതാത് സമയത്തെ പ്രശ്നങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെ നാടുകൂടി പേരാമ്പ്രയാണ്. പേരാമ്പ്രയിലൊക്കെ ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് നഗരപ്രദേശത്തേക്കൊക്കെ ആന ഇറങ്ങുന്നതൊക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം തന്നെ. നമുക്ക് എന്ത് ചെയ്യാനാകും? നമ്മളെപ്പോഴും നിരന്തരം മനുഷ്യ വന്യജീവി സംഘർഷത്തെ പറ്റി പറയുമ്പോൾ ഈ നമ്മൾ കുറെ ഭാഗത്ത് ഈ വേലി കെട്ടി തടയുമ്പോൾ മറ്റു വഴികൾ അവർ തേടുകയാണ്. അപ്പോൾ അവിടെ ഫെൻസിങ്ങോ പ്രതിരോധ പ്രവർത്തനമോ എന്താണ് ആവശ്യം എന്നാൽ അത് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കിയൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് അത്തരം കാര്യങ്ങളിൽ കൂടി ജാഗ്രത പാലിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ MLA താല്പര്യപ്പെടുന്ന സാഹചര്യത്തിൽ അത് കാര്യക്ഷമമായി നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ശരി, മിനിസ്റ്റർ കെ ശശീന്ദ്രനാണ് പ്രതികരിച്ചത്. പേരാമ്പ്ര MLA TP രാമകൃഷ്ണനുമായി സംസാരിച്ചുകൊണ്ടാണ് ഈ ഏകോപനമൊക്കെ നടത്തുന്നതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. രാത്രിയോടുകൂടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ ആനയെ തുരത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത് തീർത്തും ജനവാസ മേഖലയിലാണ്. മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം പേരാമ്പ്രയിൽ ഉണ്ടായിരിക്കുന്നത്. മലയോര മേഖലയിലല്ല, അല്ലെങ്കിൽ കാടിനോട് ചേർന്ന പ്രദേശത്തൊന്നും അല്ല ആന ഇറങ്ങിയിരിക്കുന്നത് നഗരപ്രദേശത്താണെന്നുള്ളതാണ് ഏറ്റവും നമ്മളൊരു പക്ഷേ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് കാരണം അത്തരത്തിലുള്ള അവസ്ഥ കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും പറയുന്നതാണ്. ഈ മലയോര മേഖലയിൽ നിന്നൊക്കെ ആന ഇറങ്ങി നഗരത്തിലേക്കൊക്കെ എത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നപ്പോൾ ഈ തിരുവോണ ദിവസമാണ് പേരാമ്പ്രക്കാരെന്ന് പറയുമ്പോൾ അവിടെ 3-4 പഞ്ചായത്തുകാരെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശങ്കയായിട്ട് മാറുന്നത്.